വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗാണ്. സമയം ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ടാസ്കുകൾ മതി. കാരണം ഇന്നൊന്ന് കടയിൽ പോയിട്ട് വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നടക്കുമെന്നും കൂടെ നോക്കണം. അപ്പോൾ നമുക്കിന്ന് ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ലീവായിരുന്നു. അപ്പോൾ ലീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒപ്പം മാത്സ് പഠിക്കാനുണ്ട്. പ്രൊഡക്റ്റ് റൂൾ, ക്വസ്റ്റൻ റൂൾ അതൊന്നും പഠിച്ചെത്തിയിട്ടില്ല, അതൊക്കെ പഠിക്കണം. പിന്നെ അത് പോരാണ്ട് ഇനി നാളെ എക്കണോമിക്സ് ടെസ്റ്റ് പേപ്പറും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഒന്ന് ടു ഡു ലിസ്റ്റൊക്കെ തയ്യാറാക്കി നമുക്കങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. എക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്റർ മാത്സ് ഓൾ ഇക്വേഷൻസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇനി സമയം എന്താ കറക്റ്റ് 8:45 ഗൈസ്. കാണാമല്ലോ, 8:45 കഴിഞ്ഞു കേട്ടോ ഗൈസ്. അപ്പം ഇനി നമുക്കിനി ആക്ച്വലി പഠിക്കാതിരിക്കാം. നമ്മുടെ ടു ഡു ലിസ്റ്റ് കഴിയുമെന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ടൻസി എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 9:16 ആയിട്ട്. നമുക്ക് നോക്കി നോക്കാൻ ടു ഡു ലിസ്റ്റ് കഴിയോ ഇല്ലയോ നോക്കേ. ഗൈസ്, അങ്ങനെ നമ്മുടെ മാത്സ് നോട്ടും കൂടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി എക്കണോമിക്സിൻ്റെ ലെക്ചർ നോട്ടും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് നാളെ കംപ്ലീറ്റ് ആക്കാം, കാരണം കുറച്ചേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. സമയം എത്രയാണ്? 10 മണി ആയിട്ടുണ്ട്. വാ, സൂപ്പർ. 9:59. അപ്പോൾ 10 മണിയുണ്ട്. നമുക്കിനി തീർക്കാനുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ ഇന്നലെ എക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഏകദേശം 7 ക്ലാസ്സായിട്ട് കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് കൺസ്യൂമർ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈക്വിലിബ്രിയം തന്നെ നമ്മൾ എന്ത് കാണിക്കും? കോൺട്രാക്ഷനും കാണിക്കും. അത് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ്. നമ്മൾ ഇപ്പോൾ ഏകദേശം ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഇതാണ്. കുറച്ച് മിനിറ്റിനാണ് നമുക്കത് കണ്ട് തീർക്കാം. ഡിമാൻഡ് കർവിൽ എങ്ങനെയാണ് മെഷർ ചെയ്യാൻ തന്നെയാണ്. Now reasons for increase in demand and decrease in demand.
അതേപോലെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ഗൈസ് ടൈം 11:30 നമ്മൾ എക്കണോമിക്സിൻ്റെ ക്ലാസ് കണ്ട് കഴിഞ്ഞു. ഇനി കിടക്കാൻ നോക്കണം. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണ എഴുതുക, എന്നിട്ട് അതാവുന്നതും തീർക്കാൻ നോക്കുക, അല്ലെങ്കിൽ വിടുക. കാരണം ഞാൻ മാത്സ് പ്രോബ്ലം ചെയ്യണം പറഞ്ഞിട്ട് ഞാനത് വിട്ടു. കാരണം കണ്ണൊക്കെ ബൾബായി ഗൈസ്. ഇനി പഠിച്ചാൽ ഒന്നും ഒരു സാധനം തലയിൽ കയറാൻ പോണില്ല. അപ്പോൾ നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം, ടു ഡു ലിസ്റ്റ് ടിക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് എനിക്ക് വരാൻ പറ്റട്ടെ. അപ്പോൾ ഈ ഒരു സ്റ്റഡി വ്ളോഗ് നിങ്ങളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തു പഠിക്കാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.